അപ്പോൾ ക്രിസ്മസിന്റെ ഞങ്ങളുടെ പുൽക്കൂടും അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീയും ഇതാ ജസ്റ്റ് നിങ്ങളെ മുന്നിൽ ഓണാക്കാൻ പോവാണ്. ഫൈനൽ ടച്ച്. 1 2 3. ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പൊ ഇന്ന് ഞങ്ങളൊരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലാണ് കേട്ടോ. ഞങ്ങൾ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ റെഡിയാക്കിയിട്ട് അയാൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു ക്രിസ്മസ് ട്രീയും പുൽക്കൂടും വേണം എന്നുള്ളത്. കുറേ ദിവസമായി ഞങ്ങളെ ബാക്കിൽ നടക്കുന്നു. എനിക്ക് ഇപ്രാവശ്യം എന്തായാലും ഒരു ക്രിസ്മസും അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീയും പുൽക്കൂടും വേണമെന്ന് പറഞ്ഞ് നടക്കുന്നു കേട്ടോ. അപ്പോൾ അത് പ്രമാണിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ക്രിസ്മസ് ട്രീ ബാക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ചെറിയൊരു പുൽക്കൂടും ഒരു ക്രിസ്മസ് ട്രീ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ക്രിസ്മസ് എപ്പിസോഡിലേക്ക് പോവാം. ഞാൻ മനോജ് കുമാർ, ഞാൻ രശ്മി മനോജ് കുമാർ, അത് ഞങ്ങളുടെ ചിന്നുകുട്ടി. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. നേരത്തെ കണ്ടമാതിരി ഇപ്പം ഞങ്ങളെ പുൽക്കൂടും അതേമാതിരി തന്നെ ക്രിസ്മസ് ട്രീയും ഇവിടെ റെഡിയാണ് കേട്ടോ. ക്രിസ്മസ് ട്രീ റെഡിമെയ്ഡ് ആണ്, പുൽക്കൂട് ഞങ്ങളും തട്ടിക്കൂട്ടിയതാണ്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പുൽക്കൂട് തട്ടിക്കൂട്ടിയെന്നുള്ളത് ഒന്ന് കണ്ടുവരും. ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് കാർഡ്ബോർഡ് കാര്യങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ജസ്റ്റ് ഒരു സാധനമാണ്, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുവരും കേട്ടോ.
നമ്മൾ വെക്കുക വെക്കത്തില്ല വെക്കാം. സ്റ്റാർ നോക്ക്, സ്റ്റാർ സ്റ്റാർ അടിപൊളി. ചെറിയ അപ്പോൾ നമ്മളെ പുൽക്കൂടും അതേമാതിരി തന്നെ ക്രിസ്മസ് ട്രീയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ക്രിസ്മസ് ട്രീയിലും പുൽക്കൂടിലും എന്തെങ്കിലും ഇഷ്യൂസ് തന്നെ പറഞ്ഞിട്ടോ നമ്മൾ. കാരണം ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ പുൽക്കൂടും ഇത് വയ്ക്കുന്നത്. കാരണം മോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീയും ഒരു പുൽക്കൂടും ഉണ്ടാക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് പ്രമാണിച്ചിട്ടാണ് നമ്മൾ ഈ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും റെഡിയാക്കിയത്. അപ്പോൾ രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് ഉണ്ണിയേശുവിനെ വെക്കണം, അതേമാതിരി തന്നെ ആട്ടിടയന്മാരെ വെക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതും കൂടി വെക്കുന്നത് നോക്കാം. ആണോ? നമുക്ക് ആട്ടിടേനെ ഇവിടെ വെക്കാം. ഉണ്ണീശനെ വെക്കണ്ട, ഉണ്ണീശനെ ഇപ്പോഴല്ല വെക്കാം കേട്ടോ. നോക്കട്ടെ. ഇതല്ല ആട് ഇവിടെ കേട്ടോ. നമ്മളിവിടെ വെച്ചോ, ആടിനിവിടെ വെച്ചോ, ഇതിന് മുകളിൽ വെച്ചോ, വെച്ചോ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ക്രിസ്മസ് ട്രീൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. ജസ്റ്റ് ഒരു ലൈറ്റ് ഓൺ ചെയ്യാനും കൂടി ഉള്ളൂ കേട്ടോ. കുട്ടികളിവിടെ വികൃതി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ലൈറ്റ് ഓൺ ആക്കി വെക്കലോ. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പുൽക്കൂടും അതേമാതിരി തന്നെ ക്രിസ്മസ് ട്രീയും സെറ്റാണ്. ഇനി ഒന്ന് സ്വിച്ച് ഓൺ കർമ്മം മാത്രമേ ഉള്ളൂ. നമുക്കൊന്ന് സ്വിച്ച് ഓൺ ആക്കി വെക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ലൈറ്റും ഒന്ന് ഓഫ് ആക്കിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ അതിൽ രസം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാ ഞങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ റെഡി? ഓക്കെ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഞങ്ങളുടെ പുൽക്കൂടും അതേമാതിരി തന്നെ ക്രിസ്മസ് ട്രീയും ഇതാ ജസ്റ്റ് നിങ്ങളെ മുന്നിൽ ഓണാക്കാൻ പോവാണ്. ഫൈനൽ ടച്ച്. 1 2 3. അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട്? ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബാക്കിയുള്ള ലൈറ്റ് ഓൺ ആക്കിയാലും കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ എല്ലാ ലൈറ്റും ജസ്റ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ഓൺ ആക്കാം. അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെയും ഡെലീഷ്യസ് ഡെസ്റ്റിനീസിന്റെയും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.